നമ്മുടെ ആഗ്രഹങ്ങളും തമ്മിൽ ഒരു വേർതിരിവുണ്ടാക്കുക. There needs to be a strong planning for that. അതിനുവേണ്ടി ഒരു ശക്തമായിട്ടുള്ള പദ്ധതി നാം ഉണ്ടാക്കണം. അത് വേണ്ട നിലയിൽ ചിന്തിച്ച് ചെയ്യണം. All that are useful need not be essential. നമുക്ക് ഉപയോഗമുള്ള എല്ലാ കാര്യങ്ങളും അത്യാവശ്യമുള്ള കാര്യങ്ങളാകണമെന്നില്ല. Each family's needs vary from one to another. നമ്മുടെ ഓരോ കുടുംബത്തിനും ഒരേ നിലയിലുള്ള ആവശ്യങ്ങളല്ല ഉള്ളത്, വ്യത്യസ്തമായിട്ടുള്ളതാണ്. And never compare or compete with the neighbors. നമ്മുടെ അയൽക്കാരുമായിട്ട് അവരുമായിട്ട് നമ്മെ തന്നെ താരതമ്യപ്പെടുത്തുകയോ അവരോട് ഒരു മത്സര ബുദ്ധിയോടെ ആ നിലയിൽ ചിന്തിക്കുകയോ ചെയ്യാൻ പാടില്ല. So distinguish between the needs and the desires. നമ്മുടെ ആഗ്രഹവും നമ്മുടെ ആവശ്യങ്ങളും തമ്മിൽ നമുക്ക് വേർതിരിച്ചറിയേണ്ടത് ആവശ്യമുണ്ട്. Secondly, രണ്ടാമതായിട്ട് evaluate and plan family budget. നമ്മുടെ കുടുംബത്തിന്റെ വരവും ചിലവും അത് നാം ഒന്ന് കണക്കാക്കി നോക്കേണ്ടതുണ്ട്. We need to plan very systematically the family budget. വളരെ പദ്ധതിപരമായിട്ട് അത് വേണ്ട വിധത്തിൽ നാം പ്ലാൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. Without planning, nothing works. അത് വേണ്ട വിധത്തിൽ അത് പദ്ധതി ക്രമീകരിച്ചില്ലെങ്കിൽ ഒരു കാര്യവും ശരിയായ നിലയിൽ നടക്കുകയില്ല. So understand your income and repaying capacity. നമ്മുടെ വരവും അതുപോലെ തിരിച്ചു കൊടുക്കാനുള്ള കഴിവിനെ കുറിച്ചും നാം വേണ്ട വിധത്തിൽ ബോധവാന്മാരായി തീരണം. Understand your income and repaying capacity. നമ്മുടെ വരവും തിരിച്ചു കൊടുക്കാനുള്ള ശേഷി നാം മനസ്സിലാക്കണം. Yeah. When we think of spending, നാം ചിലവഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ the Bible always talks about planning. തിരുവചനം നമ്മെ എപ്പോഴും ഓർപ്പിക്കുന്നത് അത് വേണ്ട വിധത്തിൽ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. Luke 14:28 we see, how to sit and plan before you build. ലൂക്കോസിന്റെ സുവിശേഷം 14:28 പണിയുന്നതിന് മുമ്പ് എങ്ങനെ അവിടെ ഇരുന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് കാണുന്നുണ്ട്. Especially in these days where banks are more interested in giving loans than taking deposits. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അവിടെ നിക്ഷേപം സ്വരൂപിക്കുന്നതിനേക്കാൾ താല്പര്യം ബാങ്കുകാർ കാണിക്കുന്നത് ലോൺ കൊടുക്കുന്നതിലാണ്. If you ever want to repay your loan, they say, no, don't pay it, keep it. ആ ലോൺ തിരികെ കൊടുക്കുകയാണെങ്കിൽ അവർ പറയുന്നത് വേണ്ട നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. Credit cards just keeps coming even without our asking. ചോദിക്കാതെ തന്നെ ക്രെഡിറ്റ് കാർഡ് നമ്മെ തേടി എത്തുകയാണ്. See, we need to be very, very careful in our family budgeting. നമ്മുടെ കുടുംബത്തിന്റെ ആ വരവ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനുള്ള ബന്ധത്തിൽ നാം വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. Because once we fall into these pressures, ഈ സമ്മർദ്ദത്തിനകത്ത് നാം ഒരിക്കൽ വീണുപോയാൽ then our family life is affected by that. അത് മുഖാന്തരം നമ്മുടെ കുടുംബ ജീവിതം അത് ബാധിക്കപ്പെടുകയാണ്. The pressure comes on every member of the family. ആ കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും അതിന്റെ സമ്മർദ്ദത്തിന് അനുഭവിക്കാൻ ഇടയാകും. One mistake by one member of the family, ആ കുടുംബത്തിലെ ഒരു വ്യക്തിയുടെ ഒരു തെറ്റ്, everybody becomes the victims of that. അതിന്റെ വിക്ടിംസ് ആയിട്ട് എല്ലാവരുമായി തീരുകയാണ്. One wrong decision the daddy takes, mommy and the children have to face the consequences. പിതാവ് എടുത്ത ഒരു തെറ്റായ തീരുമാനത്തിന്റെ അനന്തരഫലം മാതാവും കുഞ്ഞുങ്ങളും അനുഭവിക്കാൻ ഇടയാകുന്നു. One wrong decision the son takes, the whole family reap the consequences of മകൻ എടുത്ത ഒരു തെറ്റായ തീരുമാനത്തിന്റെ അനന്തരഫലം പരിണിതഫലം ആ കുടുംബം മുഴുവൻ അനുഭവിക്കാൻ ഇടയാകുകയാണ്. And ultimately we are put into unnecessary pressures. നമ്മൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള അനേക സമ്മർദ്ദത്തിന് നാം വഴങ്ങിപ്പോവുകയാണ്. So we got to be very, very careful in that area. അതോടുള്ള ബന്ധത്തിൽ നാം വളരെ കരുതലോടെ ഇരിക്കേണ്ടവരാണ്. So understand your income and repaying capacity. നമ്മുടെ വരവും അതുപോലെ തിരിച്ചു കൊടുക്കാനുള്ള കഴിവും നാം വേണ്ട വിധത്തിൽ മനസ്സിലാക്കുക. Unless you are a full-time worker who has got no other source, just all the time looking up. ഒരു സുവിശേഷൻ എപ്പോഴും സ്വർഗത്തിലേക്ക് നോക്കി മറ്റ് ഇതൊന്നും ഇല്ലാതെ സ്വർഗത്തിലേക്ക് നോക്കി ആ നിലയിൽ അല്ലാതെ. I remember when I was leaving my job from the Port Trust. മംഗലാപുരത്തെ പോർട്ടിൽ നിന്നുള്ള ജോലി റിസൈൻ ചെയ്യുമ്പോൾ suddenly it was a big shock. അത് പെട്ടെന്നൊരു ഒരു വിഷമമായിട്ട് വന്നു. And I took the decision, everything is done, and then there was a big pressure. അങ്ങനെ ഒരു തീരുമാനം എടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ വലിയൊരു സമ്മർദ്ദം ഉണ്ടായി. I was so upset and I went and shared with one Lord servant. ഒരു സുശേഷനോട് ഞാൻ ആ കാര്യങ്ങളൊക്കെ പോയി ഷെയർ ചെയ്തപ്പോൾ and he told me like this. ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, just all these years you are a port employee. എപ്പോഴും ഇവിടെ നിങ്ങളൊരു പോർട്ടിലെ ഒരു ജോലിക്കാരനായിരുന്നു. Your
expenses were always depending on your income. നിങ്ങളുടെ ആ വരവിന് അനുസരിച്ചായിരുന്നു നിങ്ങളുടെ ചിലവുകളെല്ലാം. But now that you are going to live by faith in the Lord's work, എന്നാൽ ഇന്നു മുതൽ ദൈവത്തിലുള്ള ആ വിശ്വാസത്തിലാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. now your income is going to be depending on your expenses. ആ നിലയിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള വരവ് നിങ്ങളുടെ ചിലവിന് അനുപാതികമായിട്ടായിരിക്കും ഇനി വരാൻ പോകുന്നത്. And that's so true. We are experiencing that. അത് വാസ്തവമായിട്ടും സത്യമാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിയുന്നു. But otherwise, in general, when we talk about, അല്ലാതെ നാം പൊതുവായിട്ട് നാം സംസാരിക്കുമ്പോൾ, when God has given someone a specific fixed means of income in his life, ഒരാളുടെ ജീവിതത്തിൽ ദൈവം ഒരു പ്രത്യേക ഒരു എമൗണ്ട് ഒരു തുക ഇൻകമായിട്ട് വരവായിട്ട് നൽകുകയാണെങ്കിൽ, he need to understand his repaying capacity before he takes commitments on his head. തന്റെ തലയിൽ അനേക ഉത്തരവാദിത്തങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ് തനിക്ക് എത്രമാത്രം തിരിച്ചു കൊടുക്കുവാൻ കഴിയും എന്നുള്ള കാര്യത്തെക്കുറിച്ച് താൻ ബോധവാനായിരിക്കണം. Because the moment the financial imbalance comes, he will resort to any means. ഈ സാമ്പത്തികമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ താറുമാറായി പോയിട്ടുണ്ടെങ്കിൽ താൻ ഏത് നിലയിലും പ്രവർത്തിക്കുവാൻ ഇടയാകും. Secondly, every member of the family must know and involve in family budgeting. രണ്ടാമതായിട്ട് ആ കുടുംബത്തിലുള്ള എല്ലാ വ്യക്തിയും ഈ വരവ് ചെലവ് കണക്കുകൾ മനസ്സിലാക്കുകയും അതിന് ഉൾപ്പെട്ടിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. Even the children should know the pressures and the difficulties and the strategies that the family is following. ഈ കുടുംബം കൊണ്ടുപോകുന്ന ആ സാമ്പത്തികപരമായിട്ടുള്ള നയതന്ത്ര കാര്യങ്ങളും അതിന്റെ ചിലവുകളും ആ നിലയിലുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ പോലും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. Look, daddy has some money. That doesn't mean that anything you desire and ask will be given. പിതാവിന് അല്പം ധനമുണ്ടെങ്കിൽ അത് നിനക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിന്റെ ആഗ്രഹം എല്ലാം ചെയ്യുവാൻ വേണ്ടിയുള്ളതല്ല. This is how the money comes. This is what his intention is, and ultimately we are accountable to God. ഇത്രയാണ് പൈസ വരുന്നത്, ഇത്രയും കാര്യങ്ങൾ ചെലവാക്കാനുണ്ട്, എന്നാൽ ഇതിനെല്ലാം ഒരിക്കൽ ദൈവത്തോട് നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. Especially between the husband and wife, they must be aware of all the financial transactions within the family. പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും കുടുംബത്തിലുള്ള എല്ലാ സാമ്പത്തികമായിട്ടുള്ള ആ വിനിമയത്തിന്റെ കാര്യങ്ങളും പരസ്പരം അറിഞ്ഞിരിക്കേണ്ടതാണ്. Some years back, I remember I was in a family conference. ചില വർഷങ്ങൾക്ക് ശേഷം ഒരു ഫാമിലി കോൺഫറൻസിലായിരുന്നപ്പോൾ, and that was for the evangelists and their wives. അവിടെയുള്ള സുവിശേഷന്മാരും അവരുടെ ആ കുടുംബത്തിന് വേണ്ടിയുള്ളതായിരുന്നു. And one young brother came and said, brother, whatever I am trying, we have lot of family problems. ഒരു യുവാവ് വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് വളരെയധികം ഫാമിലി പ്രശ്നങ്ങളുണ്ടെന്ന്. Somehow she is not able to believe me or trust me or fully cooperate with me. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ ഭാര്യയ്ക്ക് എന്നെ വിശ്വസിക്കുവാനോ അല്ലെങ്കിൽ ആ നിലയിൽ നോക്കുവാനോ കഴിയുന്നില്ല. I tried putting all the leading questions to get the real crunch out of it. അതിന്റെ വാസ്തവമായിട്ടുള്ള മീനിങ് എന്താണെന്ന് അറിയാൻ വേണ്ടി അനേക ചോദ്യങ്ങൾ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു. He was fine with everything. എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുള്ളതാണ്. Finally I asked him about the finance. ഞാൻ സാമ്പത്തിനെ കുറിച്ച് അവസാനമായിട്ട് അവനോട് ചോദിച്ചു. He said everything is fine. No, whatever she asks, I am giving her. I am taking care of her. All fine. എല്ലാ കാര്യങ്ങളും ഒരു പ്രശ്നമില്ല. ചോദിക്കുന്ന പൈസ കൊടുക്കുന്നുണ്ട്, അവളെ നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. Then I asked him one thing. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ ചോദിച്ചു, does she know what you get and how you spend? ആ വൈഫിന് അറിയാമോ നിങ്ങൾക്ക് എത്ര കിട്ടും, എത്രയാണ് നിങ്ങൾ ചിലവഴിക്കുന്നതെന്ന്? No, that I am not telling her. അത് ഞാൻ അവളോട് പറയുന്നില്ല. I said, try that. ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കുക. Every day, whatever income you get, tell her, today I got something from here, something from there. This is, just involve her. ദിനംതോറും നിങ്ങൾക്ക് കിട്ടുന്ന ആ വരുമാനം പൈസ എത്രയാണെന്ന് ആ വൈഫിനോട് കൂടി ഒന്ന് പറയുക. അങ്ങനെ ആ ഭാര്യയെ കൂടി അതിൽ ഉൾപ്പെടുത്തുക. And I met him after 3 months. 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ ആ വ്യക്തിയെ കണ്ടു. I asked him. ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു. He said, brother, that was the problem. Now everything is fine. ആ സഹോദരൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, സഹോദര അതായിരുന്നു പ്രശ്നം, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുന്നു. See, sometimes the earning member feels so much dominant that others are just dependent. They did not know what's here. ചില സമയത്ത് ഈ വരുമാനം ഉള്ള ആ വ്യക്തി അതൊരു അധികാരത്തിന്റെ ആ സ്ഥാനത്തിരുന്നുകൊണ്ട് മറ്റുള്ളവർക്ക് അറിയില്ല, മറ്റുള്ളവര് ഈ വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നവരായിട്ട് മാറിപ്പോവുകയാണ്. In a Christian family, especially between the husband and wife, my purse, your expense, my expense, I think that's a wrong strategy. We are not supposed to do that. ഒരു ക്രിസ്തീയ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, ഒരു ഭാര്യയും ഭർത്താവിനോടുള്ള ബന്ധത്തിൽ എന്റെ പേഴ്സ് അല്ലെങ്കിൽ നിന്റെ പേഴ്സ് അല്ലെങ്കിൽ ആ നിലയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ആ കാഴ്ചപ്പാട് ശരിയല്ല. Some places it is bargain.
ചിലയിടത്ത് അവര് തമ്മിൽ തർക്കിക്കും. If you send so much to your family, I will send so much to my family. നിന്റെ കുടുംബത്തിലേക്ക് നീ ഇത്ര അയക്കുകയാണെങ്കിൽ എന്റെ കുടുംബത്തിലേക്ക് ഞാൻ ഇത്ര അയക്കുമെന്ന് അവർ തമ്മിൽ തർക്കിക്കും. If you put so much for the family expenses, I will also put so much. കുടുംബത്തിന്റെ ചെലവിന് വേണ്ടി നിങ്ങൾ ഇത്ര ഇടുകയാണെങ്കിൽ ഞാനും ഇത്ര ഇടുമെന്ന് തമ്മിൽ അവര് സംസാരിക്കും. Rest of the things don't ask. മറ്റുള്ള കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. Beloved, that is absolutely wrong. Totally against the scriptural principles. പ്രിയരെ, ആ നിലയിലുള്ള കാര്യങ്ങളൊക്കെ തിരുവചനത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും എതിരായിട്ടുള്ളതാണ്. If money is going to divide your family in that way, ആ നിലയിൽ സമ്പത്ത് നിങ്ങളുടെ കുടുംബത്തെ വേർതിരിക്കുന്നുവെങ്കിൽ, it is better to forgo such incomes. Forgo such incomes. Forget such incomes. ആ നിലയിലുള്ള വരുമാനത്തെ നിങ്ങൾ ഉപേക്ഷിക്കുക. Let them be one in that. നിങ്ങൾ ഒരുമിച്ച് ആയിരിക്കുക. Let them know what is happening. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ അറിയുക. And let the ups and downs be shared by every members of the family. ജീവിതത്തിന്റെ ഉയർച്ചയും താഴ്ചയും എല്ലാം കുടുംബത്തിലെ എല്ലാ വ്യക്തികളും ചേർന്ന് ഒരുപോലെ പങ്കുവെക്കുക. Each member must be sacrificial to meet the needs of others. മറ്റുള്ളവരുടെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി എല്ലാവരും ആ കാര്യത്തിൽ സന്നദ്ധരാകേണ്ടതുണ്ട്. The whole family is a unit. ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. But everybody's needs may not be the same. എല്ലാവരുടെയും വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഒന്ന് തന്നെ ആയിരിക്കണമെന്നില്ല. One member in the family may have a larger need, the other may not have that much need. കുടുംബത്തിലെ ഒരാൾക്ക് ഒരുപക്ഷെ കൂടുതൽ സമ്പത്ത് ആവശ്യമുള്ള ഒരു ആവശ്യമായിരിക്കും, മറ്റേയാൾക്ക് അങ്ങനെ ആകണമെന്നില്ല. So they should be willing to sacrifice for the other's sake within the family. മറ്റുള്ളവർക്ക് വേണ്ടി ആ നിലയിൽ വിട്ടുവീഴ്ച ചെയ്യുവാനുള്ള മനസ്ഥിതി അവർ പരസ്പരം കുടുംബത്തിൽ ഉണ്ടായിരിക്കണം. And even the children should cooperate with that. അതിനുള്ള നിലയിൽ കുഞ്ഞുങ്ങളും സഹകരിക്കേണ്ടതുണ്ട്. So, sacrificing for others' sake. മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ ആവശ്യം നിറവേറ്റുവാൻ വേണ്ടി ആ കാര്യങ്ങളെ സാക്രിഫൈസ് ചെയ്യുക. Thirdly, next, set priorities in spending resources. ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മുൻഗണന നിർണ്ണയിക്കേണ്ടത് ആവശ്യമുണ്ട്. The Lord himself said in Matthew 22:21, give to God what is God's and to Caesar what is his. മത്തായിയുടെ സുവിശേഷം 22:21 വായിക്കുന്ന ദൈവത്തിനുള്ള ദൈവനും കൈസർക്കുള്ളത് കൈസർക്കും കൊടുക്കുവാൻ ദൈവം കർത്താവ് പറയുന്നു. Paying taxes to the government is not a sin. ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നത് ഒരു പാപമല്ല. If you have something to be given to Caesar, give it. That's what the Lord said. കൈസർക്ക് എന്തെങ്കിലും കൊടുക്കുവാനുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക. അതാണ് തിരുവചനം പറയുന്നത്. Now I was wondering when reading this verse. ഈ ഭാഗം വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു. He is telling, give to Caesar what is Caesar's. കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക എന്ന് കർത്താവ് പറഞ്ഞു. And then give to God what is God's. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. So what belongs to Caesar, don't give it to God. God doesn't want that. കൈസർക്കുള്ളത് ഒരിക്കലും ദൈവത്തിനടുത്ത് കൊടുക്കരുത്. ദൈവത്തിന് അത് ആവശ്യമില്ല. I mean, what is not legal cannot please God. ലീഗൽ അല്ലാത്ത ഒരു കാര്യം ദൈവത്തിന് കൊടുത്താൽ അതിൽ ദൈവം പ്രസാദിക്കുകയില്ല. God wants us to be basically submissive to the God appointed order of the society. ആ സമൂഹത്തിൽ ദൈവം വെച്ചിട്ടുള്ള ആ ക്രമത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. Until and unless it violates the scriptural principle. അത് തിരുവചനത്തിന്റെ ആ തത്വത്തിൽ നിന്നും വ്യതിചലിക്കാത്തിടത്തോളം കാലം. Cut short the non-essentials to sustain the essentials. നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളെ നമുക്ക് ഒഴിവാക്കുവാൻ കഴിയും. Sometimes lot of money is coming, but there are many things, essential things we are not able to meet. ചിലപ്പോൾ ധാരാളം സമ്പത്ത് നമുക്ക് വരുന്നുണ്ടായിരിക്കും, എന്നാൽ ഏറ്റവും അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയാതെ പോകും. We need to really evaluate the type of expenses. ആ സമയത്ത് ആ നിലയിലുള്ള ചിലവുകളെയൊക്കെ നാം ശരിക്കും അതൊന്ന് നോക്കി കാണേണ്ടതുണ്ട്. We may have to cut short some non-essential expenditures in order to sustain the most essential expenditures. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന അനേകം കാര്യങ്ങളെ നാം ഒഴിവാക്കുവാൻ മനസ്സുള്ളവരായിരിക്കണം. Practice purpose-oriented savings with sincerity. ആത്മാർത്ഥമായിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു ധനസേവനത്തിന് വേണ്ടി നാം ശ്രമിക്കണം. If at all you are in the habit of saving, നാം സമ്പത്ത് സേവ് ചെയ്യുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ it must be purpose-oriented. അതിന് പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരിക്കണം. The sincerity, the motive behind that is very, very important. അതിന് പിന്നിലുള്ള ആ മനോഭാവം എന്ന് പറയുന്നത് ആത്മാർത്ഥതയോടുള്ള മനോഭാവമായിരിക്കണം. Luke 12:48. ലൂക്കോസിന്റെ സുവിശേഷം 12:48. But he who did not know, yet committed things deserving of stripes, shall be beaten with few.
For everyone to whom much is given, from him much will be required.